ഹായ്, എല്ലാ കൂട്ടുകാർക്കും വിദ്യാ പ്ലസിലേക്ക് സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പരിസര പഠനത്തിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോടാ. രണ്ടാമത്തെ ചാപ്റ്ററിലെ രണ്ടാമത്തെ ഭാഗമാണ്. അപ്പൊ എന്തൊക്കെയാ പറയാനുള്ളത് നോക്കാം കേട്ടോ. നമുക്ക് രോഗങ്ങൾ പരത്തുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരാളാണ് ആരെന്ന് പറയുന്നത്, കൊതുക് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, കൊതുകിനെ നിയന്ത്രിക്കണം. കൊതുകിനെ നമുക്ക് എന്ത് ചെയ്യണം, നിയന്ത്രിക്കണം. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാ രണ്ടാമത്തെ ഭാഗത്തിൽ പറയാനുള്ളത് എന്ന്. എടാ, ഒരു കാര്യം ചെയ്യണം, ആദ്യ ഭാഗം ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ട ശേഷം മാത്രമേ ഏത് കാണാവുള്ളൂ, ഈ രണ്ടാമത്തെ ഭാഗം കാണാവുള്ളൂ കേട്ടോ. അപ്പൊ ഏതാണ്, കൊതുകിനെ നിയന്ത്രിക്കാം. കൊതുകിനെ നിയന്ത്രിച്ചാൽ കുറേയേറെ രോഗങ്ങൾ തടയാമല്ലോ. കൊതുക് വളരുന്ന സാഹചര്യം നമ്മുടെ വീട് പരിസരങ്ങളിൽ മാത്രം ഇല്ലാതാക്കിയാൽ മതിയോ? അപ്പൊ നമ്മുടെ വീടിന്റെ പരിസരം ഒന്നും കൊതുക് വളരാതെ മാത്രം നമ്മൾ നോക്കിയാൽ മതിയോ? അല്ല അല്ലെ, നമ്മൾ നമ്മുടെ വീടിന്റെ ഉള്ളിൽ മാത്രമാണോ ഇരിക്കുന്നത്? അല്ല, പുറത്ത് പോകുന്നില്ലേടാ, സ്കൂളിൽ പോകുന്നില്ലേടാ, ഉണ്ടല്ലേ, നമ്മൾ എങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് അല്ലേ. അപ്പൊ നമ്മൾ എല്ലായിടത്തും എങ്ങനെ സൂക്ഷിക്കണം, നല്ല വൃത്തിയായിട്ട് വേസ്റ്റ് ഒന്നും വലിച്ചെറിയാതെ, നമ്മൾ കുടിച്ച കുപ്പിയൊക്കെ വെറുതെ വലിച്ചെറിയാതെ, ചിരട്ടിയൊന്നും വലിച്ചെറിയാതെ എല്ലാ ഭാഗവും എന്തായിട്ട് നമ്മൾ സൂക്ഷിക്കണം, വൃത്തിയായിട്ട് സൂക്ഷിക്കണം അല്ലേ. ഇവിടെ ഒരു കൊതുക് ഈച്ചയും കൂടെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. എന്താ നോക്കാം. ഇവിടെ ഇനി രക്ഷയില്ല. ആരാടാ പറയുന്നത്, നമ്മുടെ കൊതുക് പറയാണേ. ഇവിടെ ഇനി എന്തില്ല, രക്ഷയില്ല, ഇവിടെ നിൽക്കാൻ പറ്റില്ല. മുട്ടയിടാൻ വേറെ സ്ഥലം നോക്കണം. മുട്ടയിടാൻ എന്ത് നോക്കണം, വേറെ സ്ഥലം നോക്കണം. ഈ പ്രദേശം വൃത്തിയുള്ളതാണ്, നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. ഈ പ്രദേശം എന്തുള്ളതാണ്, വൃത്തിയുള്ളതാണ്, നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല. വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കൽ, പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള പുല്ലും പാഴ്ചെടികളും നീക്കൽ, ഓടകൾ ശുചീകരിക്കൽ എന്നിവ കൊതുക് പെരുകുന്ന തടയാനുള്ള ചില മാർഗങ്ങളാണ്. ശരിയാണല്ലോടാ. ഏതൊക്കെയാണ്, നമ്മള് വെള്ളം കെട്ടിക്കിടക്കാതെ നോക്കണം. പിന്നെ വേറെ എന്തൊക്കെയാ ചെയ്യേണ്ടത്, പാർപ്പിടങ്ങൾക്ക് ചുറ്റുമുള്ള എന്ത് പറിക്കണം, പുല്ലും പാഴ്ചെടികളും നീക്കണം. ഓടകൾ എന്താക്കണം, നല്ല വൃത്തിയായിട്ട് ശുചീകരിച്ചിട്ട് തന്നെയാണ് ഓടകളൊക്കെ ശുചീകരിക്കണം അല്ലെ. എന്നാൽ എന്താണ്, കൊതുക് പെരുകുന്ന വഴി ഏറെക്കുറെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തടയാൻ പറ്റൂലേ. എടാ, വേറെ എന്തൊക്കെയാ മാർഗങ്ങൾ ഉള്ളത്, നമ്മൾ എന്ത് ചെയ്യരുത്, ചിരട്ട വലിച്ചെറിയരുത് അല്ലെ. ചിരട്ട വലിച്ചെറിയരുത്, പാള അങ്ങനത്തെ എന്തെങ്കിലും വെള്ളം കെട്ടി കിടക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കണം. ശരിയല്ലേ. വീടും പരിസരവും എങ്ങനെ സൂക്ഷിക്കണം, വൃത്തിയായിട്ട് സൂക്ഷിക്കണം അല്ലേ. നെക്സ്റ്റ് അടുത്ത് നോക്കിയാലോ, ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്താണ്, കൊതുകിന്റെ കടിയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാടാ. ഇതെന്താണ്, കൊതുക് വല യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. കൊതുകിന്റെ എന്താണ്, വല ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്, കൊതുക് വാറ്റ്, പിന്നെ ഗുഡ്ഡെ നമ്മൾ കരണ്ടെ കുത്തി ഉപയോഗിക്കുന്നല്ലേ. ഇതിന്റെ സ്മെല്ലടിച്ചാൽ കൊതുകുകൾ എന്ത് ചെയ്യും, ആ ഭാഗത്തേക്ക് വരില്ല. പിന്നെന്താണ്, സാമ്പ്രാണിത്തിരിയും യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ. കൊതുക് കടി ഏൽക്കാതിരിക്കാൻ മുൻകരുതലുകൾ എന്തൊക്കെയാണ്? സന്ധ്യാസമയത്ത് വാതിലും ജനലും അടച്ചിടുക. സന്ധ്യാസമയത്ത് എന്ത് ചെയ്യുക, വാതിലും ജനലും അടച്ചിടുക. വേറെന്തൊക്കെയാടാ, കൊതുക് എന്താണ്, നമ്മുടെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ചില മുത്തശ്ശിമാരൊക്കെ പറയും, എന്ത് തേച്ചാൽ മതി, ദേഹത്തൊക്കെ വെളിച്ചെണ്ണ തേച്ചാൽ എന്ത് കടിക്കില്ല, കൊതുക് കടിക്കില്ല എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അങ്ങനെ പറയുന്നത് കേൾക്കാട്ടോ. പിന്നെ വേറെന്തൊക്കെയാടാ, മിസ് പറഞ്ഞേ ഉള്ളേ. വേറെന്തൊക്കെയാണ്, കൊതുക് വല യൂസ് ചെയ്യുക അല്ലെ. കൊതുക് വല യൂസ് ചെയ്യുക. കൊതുക് വല കിടക്കുമ്പോൾ എന്താണ്, കൊതുക് വല ഉപയോഗിക്കുക കേട്ടോ. കൊതുക് വല ഉപയോഗിക്കുക. വേറെ എന്താണ് ചെയ്യാൻ പറ്റുന്നേ, കൊതുക് ബാറ്റ് ഉപയോഗിക്കുക അല്ലെ. കൊതുക് ബാറ്റ് ഉപയോഗിക്കാം. പിന്നെന്താണ്, ഡ്രസ്സെല്ലാം എങ്ങനത്തെ ഇടാം, ഫുൾ കൈയുള്ള ഡ്രസ്സ് ഇട്ടാൽ കുറേയൊക്കെ കൊതുകടിയിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ കഴിയും അല്ലേ. ഫുൾ കൈയുള്ള ഡ്രസ്സും അതേപോലെ പാൻറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറേയൊക്കെ കൊതുകടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. രോഗം പകരാതിരിക്കാൻ പരിസര ശുചിത്വം മാത്രം ഉറപ്പാക്കിയാൽ മതിയോ? ശ്രദ്ധിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടി നോക്കാം. മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം, നോക്കാനുണ്ട് കേട്ടോ. അപ്പൊ രോഗങ്ങൾ ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളുണ്ട്. ഏതിലൂടെ പകരുന്നുണ്ട്, ആഹാരത്തിലൂടെയും അതേപോലെ എന്താണ്, ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളുണ്ട്. രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പഴവും പച്ചക്കറിയും കഴുകി ഉപയോഗിക്കുക. പഴവും പച്ചക്കറിയും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, കഴുകി മാത്രം ഉപയോഗിക്കാം.
ഭക്ഷണ സാധനങ്ങൾ അടച്ചു സൂക്ഷിക്കുക. ഭക്ഷണ സാധനങ്ങൾ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്? അടച്ചു സൂക്ഷിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. എന്ത് വെള്ളം ഉപയോഗിക്കുക? തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. അല്ലെങ്കിൽ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ. രോഗിയുമായുള്ള സമ്പർക്കം, രോഗിയുടെ തുവാല, വസ്ത്രങ്ങൾ മുതലായവ ഉപയോഗിക്കുക, മാസ്ക് ഉപയോഗിക്കുക, വ്യക്തി ശുചിത്വം പാലിക്കുക എന്നിവ എന്താണ് ഡയറക്റ്റ് പകരുന്ന രോഗങ്ങൾ ഒഴിവാക്കാനുള്ള വഴികളാണ്. നെക്സ്റ്റ് വേറെ എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത് നോക്കിക്കേടാ. മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ. എങ്ങനെയാണ്? മണ്ണിലൂടെയും പിന്നെ ഏതാണ്? മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ ഇല്ലേടാ? ഉണ്ട് അല്ലേ? അപ്പൊ അതിനെന്തൊക്കെയാണ്? ചെരുപ്പ് ഉപയോഗിക്കുക. എന്ത് ഉപയോഗിക്കാനാണ് പറഞ്ഞേക്കുന്നത്? ചെരുപ്പ്. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ എന്ത് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക? ചെരുപ്പ് താരതമ്യേന യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ശരീരത്തിൽ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക. അപ്പൊ എന്താണ്? ഈ പുല്ലൊക്കെ വെട്ടാൻ പോകുന്ന ആൾക്കാർ എന്ത് ചെയ്യുക? ശരീരത്തിൽ എന്തെങ്കിലും മുറിവുണ്ടെങ്കിൽ എന്ത് ശ്രദ്ധിക്കണം? അത് മലിനജലവുമായിട്ട് ഇടവരാതെ. അങ്ങനെ ഇടവന്നാൽ എന്താ സംഭവിക്കുന്നത്? ആ മുറിവില് അണുക്കൾ കയറുകയും അത് പഴുക്കുകയും ഒക്കെ ചെയ്യൂലേ? അത് വലിയ ഭവിഷ്യത്തിലേക്ക് തന്നെ എന്ത് ചെയ്യും? നയിക്കൂലേ? പിന്നെന്താണ്? മണ്ണും ചെളിയും പുരണ്ടാൽ കൈകാലുകൾ സോപ്പിട്ട് കഴുകുക. കൈകാലുകൾ എങ്ങനെ കഴുകാനാണ് പറഞ്ഞേക്കുന്നത്? നന്നായിട്ട് സോപ്പിട്ട് വൃത്തിയായിട്ട് മണ്ണും ചെളിയും ഒക്കെ ആയി കഴിഞ്ഞാൽ എന്താണ്? കൈയും കാലും സോപ്പും ഡെറ്റോളും ഒക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യാനാണ് നെക്സ്റ്റ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അടുത്തെന്താ? രോഗങ്ങൾ വരാതിരിക്കാൻ നിങ്ങളുടെ വീട്, വിദ്യാലയം, ശുചിമുറി എന്നിവ ശുചിത്വം ഉറപ്പാക്കാൻ എന്തെല്ലാം ചെയ്യാം? എന്തെല്ലാം ചെയ്യാൻ പറ്റൂടാ? വീടിന്റെ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക, വെള്ളം കെട്ടിക്കിടക്കാതെ സൂക്ഷിക്കുക അല്ലെ? അങ്ങനെ എത്ര കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലെ? പിന്നെന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്? വെറുതെ പാഴ്വസ്തുക്കൾ വലിച്ചെറിയാൻ പാടുണ്ടോ? ഇല്ല അല്ലെ? ഇപ്പൊ നമ്മുടെ പഞ്ചായത്തിൽ നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് അല്ലെ? പാഴ്വസ്തുക്കളൊക്കെ പ്ലാസ്റ്റിക് ഒക്കെ ആരും ഉണ്ടായിക്കോളും. 50 രൂപ കൊടുത്താൽ പഞ്ചായത്താരും ഉണ്ടായിക്കോളും അല്ലെ? അതിലേതിലും വലിച്ചെറിയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ എല്ലാം എന്ത് ചെയ്യാം? വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. വേറെന്താടാ പറയുന്നത്? പകർച്ചവ്യാധികൾ മൃഗങ്ങളിലും സസ്യങ്ങളിലും. അടുത്ത എന്താണ്? പകർച്ചവ്യാധികൾ എന്താണ്? മൃഗങ്ങളിലും സസ്യങ്ങളിലുമാണ് പറയുന്നത് കേട്ടോ. മനുഷ്യർക്ക് മാത്രമാണോ പകർച്ചവ്യാധികൾ ബാധിക്കുന്നത്? ആണോടാ? മനുഷ്യർക്ക് മാത്രമാണോ പകർച്ചവ്യാധികൾ ബാധിക്കുന്നത്? അല്ല അല്ലെ? പിന്നെ ആർക്കാണ്? ഇവിടെ പത്രവാർത്ത കൊടുത്തിട്ടുണ്ട്. കോഴിക്ക്, പന്നിക്ക് അല്ലേ? പക്ഷിപ്പനി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേടാ? താറാവിന് രോഗം വന്നു എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? പകർച്ചവ്യാധികൾ ബാധിച്ച സസ്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. ചിത്രങ്ങൾ നോക്കൂ. അപ്പൊ ചിത്രങ്ങളൊന്ന് ശ്രദ്ധിച്ചേടാ. എന്തൊക്കെയാണ് കാണുന്നത്? നെല്ലിന്റെ തവിട് ഇലപ്പുള്ളി. നോക്കിക്കേടാ, നെല്ലിന്റെ ഇലയിൽ എന്തുണ്ട്? തവിട് നിറത്തിലുള്ള ഒരു പുള്ളി വന്നിട്ടുണ്ട് അല്ലെ? നെക്സ്റ്റ് പയറിലെ മൊസൈക്ക് രോഗം. പയറിലെ ഏത് രോഗമാണ്? മൊസൈക്ക് രോഗം. അടുത്തത് എന്താണ്? തെങ്ങിന്റെ കൂമ്പ് ചീയൽ. എന്തിന്റെ രോഗമാണ്? തെങ്ങിന്റെ കൂമ്പ് ചീയൽ അല്ലെ? ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോടാ? അടുത്തത് സസ്യങ്ങളെയും ജന്തുക്കളെയും ബാധിക്കുന്ന മറ്റു രോഗങ്ങളെ കുറിച്ച് അന്വേഷിച്ച് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞേക്കുന്നത് കേട്ടോ. പക്ഷിപ്പനി ഉണ്ട് അല്ലെ? അങ്ങനത്തെ പല പനികളുണ്ട് അല്ലേ? നിങ്ങൾക്ക് അറിയോ ഏതൊക്കെയാണെന്നുള്ളത്? നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക? ഒന്ന് അന്വേഷിച്ച് നിങ്ങളെ പുസ്തകത്തിലേക്ക് എഴുതുക കേട്ടോ. ശുചിത്വ ശീലങ്ങൾ. അടുത്തത് എന്താണ്? ശുചിത്വ ശീലങ്ങളാണ് കേട്ടോ. ആരോഗ്യകരമായ ജീവിതത്തിന് പരിസര ശുചിത്വം പോലെ പ്രധാനമല്ലേ വ്യക്തി ശുചിത്വം എന്ന് പറയുന്നതും? അല്ലേടാ? നമ്മൾ വ്യക്തികളും എന്ത് പാലിക്കേണ്ടതുണ്ട്? നല്ല ശുചിത്വം പാലിക്കേണ്ടതുണ്ട്. ഇവയിൽ ഏതെല്ലാമാണ് നല്ല ആരോഗ്യശീലങ്ങൾ എന്ന് ടിക്ക് ചെയ്യൂ. ഭക്ഷണശേഷം മാത്രമേ കൈ കഴുകാറുള്ളൂ. നല്ല ശീലമാണോടാ? അല്ല അല്ലെ? ചീത്ത ശീലമാണ്. ദിവസവും രാത്രി ആഹാരത്തിന് ശേഷം പല്ല് തേക്കാറുണ്ട്. നല്ല ശീലം. കൈകാലുകളിൽ നഖങ്ങൾ വെട്ടാറില്ല. ചീത്ത ശീലമല്ലേ? അതെ അല്ലെ? പുറത്തിറങ്ങി നടക്കുമ്പോൾ ചെരുപ്പിടാറുണ്ട്. നല്ലതല്ലേ? പക്ഷികൾ കടിച്ച പഴങ്ങൾ കഴിക്കാറുണ്ട്. ചീത്ത ശീലമല്ലേടാ? തുറന്നു വെച്ച് വിൽക്കുന്ന ആഹാരങ്ങളും പാനീയങ്ങളും കഴിക്കാറില്ല. നല്ല ശീലാണ് അല്ലെ? പൊതുസ്ഥലങ്ങളിൽ തുപ്പാറുണ്ട്. നല്ല ശീലാണോ? അല്ല അല്ലെ? എല്ലാ ദിവസവും കുളിക്കാറുണ്ട്. നല്ല ശീലം. വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം എന്നിവയുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ തയ്യാറാക്കി പ്രദർശിപ്പിക്കൂ അല്ലെ? വ്യക്തി ശുചിത്വം പാലിക്കൂ, പിന്നെന്താണ്? രോഗങ്ങളെ അകറ്റൂ, അല്ലെങ്കിൽ പരിസര ശുചിത്വം പാലിക്കൂ, രോഗങ്ങളെ എന്ത് ചെയ്യൂ? അകറ്റൂ. അങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കാലോ? ഉണ്ടാക്കാം അല്ലെ?
അടുത്തത് രോഗപ്രതിരോധ ശേഷി. അടുത്ത നമ്മൾ എന്താ പറയുന്നത്? രോഗപ്രതിരോധ ശേഷി. രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് സ്വാഭാവികമായി നമ്മുടെ ശരീരത്തിനുണ്ട്. ഇതിന് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നു. ഈ കഴിവ് എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ ആകണം എന്നല്ല. എന്നാൽ ഏതെങ്കിലും ഒരു രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിനെ സ്വാഭാവികമായിട്ട് ചെറുത്ത് നിൽക്കാനുള്ള കഴിവ് എന്തുണ്ട്? ഓരോ എല്ലാ മനുഷ്യർക്കും ഉണ്ട്. പക്ഷെ അതെല്ലാവരിലും എന്തല്ല, ഒരുപോലെയല്ല. പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായ പ്രതിരോധ ശേഷി ഉണ്ടാകാൻ ശരീരത്തിന് സാധിക്കില്ല. എന്നാൽ ചില രോഗങ്ങൾക്കെതിരെ സ്വാഭാവികമായിട്ടും പ്രതിരോധ ശേഷി ഉണ്ടാക്കാൻ ആർക്ക് സാധിക്കില്ല? നമ്മുടെ ശരീരത്തിന് സാധിക്കില്ല. ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കേണ്ടതുണ്ട്. വാക്സിൻസ് എന്ത് ചെയ്യലുണ്ട്? എടുക്കേണ്ടതുണ്ട്. ഇതുവഴി രോഗപ്രതിരോധ ശേഷി ആർജിക്കുകയും സാധിക്കും. ഇതിനെ ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നു. ഇതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ആർജിത രോഗപ്രതിരോധ ശേഷി എന്നാ വിളിക്കുന്നത് കേട്ടോ. എന്താ ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കുത്തിവെപ്പിലൂടെ എടുക്കുന്ന രോഗപ്രതിരോധ ശേഷി നമുക്ക് സാധാരണയായിട്ടുള്ള നമ്മുടെ മനുഷ്യ ശരീരത്തിൽ സാധാരണയായിട്ട് കാണപ്പെടുന്ന അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടുമുള്ള പ്രതിരോധ ശേഷിയെ നമ്മൾ എന്താ പറയുന്നത്? സ്വാഭാവിക പ്രതിരോധ ശേഷി എന്നാണ് പറയുന്നത്. മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി വസൂരി, പ്ലേഗ്, പോളിയോ പോലുള്ള പല മഹാമാരികളെയും നമ്മൾ അതിജീവിച്ചത് പ്രതിരോധ കുത്തിവെപ്പിലൂടെയാണ്. അപ്പൊ എന്തിലൂടെയാന്ന് പറഞ്ഞേക്കുന്നത്? പ്രതിരോധ കുത്തിവെപ്പിലൂടെയാണ്. വാക്സിൻ എടുക്കാനുള്ളവർ കൗണ്ടർ 2 വരണം. അപ്പൊ എന്താണ് ഇവിടെ വാക്സിൻ എടുക്കുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലേ. ഏതെല്ലാം രോഗങ്ങളെ പ്രതിരോധിക്കാനാണ് വാക്സിൻ എടുക്കേണ്ടത്? 16 വയസ്സിന് മുകളിൽ നിർബന്ധമായും എടുക്കേണ്ട വാക്സിനുകൾ ഏതൊക്കെയാണ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അമ്മമാര് വാക്സിൻ എടുക്കാൻ കൊണ്ടുപോകണ ഓർമ്മയുണ്ടോ? കുഞ്ഞു പ്രായത്തിലൊക്കെ കൊണ്ടുപോയി കാണും അല്ലെ. ക്ലാസ്സിൽ ചർച്ച ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾ ആരോഗ്യ പ്രവർത്തകരുമായുള്ള അഭിമുഖത്തിൽ നിന്ന് ശേഖരിക്കൂ. ആരോഗ്യ പ്രവർത്തകരുമായുള്ള അഭിമുഖത്തിൽ മുൻകൂട്ടി ചോദ്യാവലി തയ്യാറാക്കണ്ടേ? ഏതെല്ലാം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തണം? അപ്പൊ ഏതൊക്കെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തണടാ? പറഞ്ഞേ 1 മുതൽ 5 വയസ്സ് വരെ ഏതെല്ലാം കുത്തിവെപ്പുകളാണ് എന്ന് ചോദിക്കുക. ഇന്ന രോഗങ്ങൾ ചോദിക്കുക അല്ലെ. ഹെപ്പറ്റൈറ്റിസിന് ഏത് കുത്തിവെപ്പാണ്? പോളിയോയ്ക്ക് ഏത് കുത്തിവെപ്പാണെന്ന് ചോദിക്കുക. പിന്നെ ഏതാ ചോദിക്കേണ്ടത്? നമ്മുടെ ക്ഷയരോഗത്തിന് വേണ്ടി എടുക്കുന്ന കുത്തിവെപ്പ് ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആരോഗ്യ പ്രവർത്തകരുമായിട്ട് ചോദിക്കാം. വാക്സിനേഷൻ ചാർട്ട്. BCG, ബാസിലസ് കാൽമേറ്റ് ഗ്വറിൻ. അടുത്ത എന്താണ്? OPV, ഓറൽ പോളിയോ വാക്സിന്. അടുത്ത എന്താണ്? ഹെപ്പറ്റൈറ്റിസ് ബി. FIPV ഏതാണ്? പോളിയോ വാക്സിൻ ഫ്രാക്ഷണൽ ഡോസ്. RVV റൊട്ടാ വൈറസ് വാക്സിന്. അപ്പൊ ഈ വാക്സിനൊക്കെ എടുക്കേണ്ട സമയങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒന്ന് ജനനസമയത്ത് ഏതൊക്കെയാണ്? OPV, BCG, ഹെപ്പറ്റൈറ്റിസ് ബി ആണ് കേട്ടോ. അടുത്ത ഏതാണ്? 6 ആഴ്ച സമയത്ത് OPV 1 എടുക്കണം, RVV 1 എടുക്കണം, പെൻഡാവാലന്റ് 1 എടുക്കണം, FIPV 1, PCV 1 കേട്ടോ. 10 ആഴ്ച ആകുമ്പോൾ ഏതൊക്കെയാണ്? OPV വേണം, RVV വേണം, പെൻഡാവാലന്റ് വേണം കേട്ടോ. 14 ആഴ്ച ആകുമ്പോൾ ഏതൊക്കെയാണ്? OPV വേണം, RVV വേണം, പെൻഡാവാലന്റ് വേണം, FIPV 2 വേണം, PCV 2 വേണം കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ്. ഇത് ചിലത് പനിക്കുന്നതൊക്കെ ഉണ്ട് അല്ലേ. നല്ല പനി വരുന്ന വാക്സിനേഷൻസ് ഒക്കെ ഇതിലുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയോ, നിങ്ങളുടെ അമ്മമാര് നിങ്ങളെ ചെറുതായിരുന്നപ്പോ കൊണ്ടുപോയി എടുപ്പിച്ചിട്ടുണ്ടാവും കേട്ടോ. അടുത്തത് പോളിയോ വാക്സിൻ. അടുത്ത് നമ്മൾ എന്താ പറയുന്നത്? പോളിയോ വാക്സിൻ നമ്മൾ എടുക്കുന്നത് 1.5 മാസം 1.5 മാസത്തിലൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. 1.5 മാസത്തിലൊക്കെയാണ് പോളിയോ വാക്സിൻ എടുക്കുന്നത്. വേറെ ഏതാണ് വാക്സിൻ അറിയുന്നത്? ഏതാണ്? BCG എഴുതാം അല്ലെ. വേറെ ഏതാണ് വാക്സിന്റെ പേര്? BCG. BCG എടുക്കുന്ന എപ്പോഴാണ്? ജനന സമയത്താണ് കേട്ടോ. ഏത് സമയത്താണ്? ജനന സമയത്ത് എടുക്കുന്ന വാക്സിൻ ആണ്. എന്തിനെതിരായിട്ടുള്ളതാടാ? ക്ഷയത്തിനെതിരെയുള്ള വാക്സിൻ ആണ് കേട്ടോ. ഇതിനെതിരെയാണ്? ക്ഷയത്തിന് എതിരെയുള്ള വാക്സിൻ ആണ്. അടുത്തെന്താണ്? ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. അപ്പൊ അത് ഏതിനൊക്കെ എതിരെയായിരിക്കും? 10 വയസ്സും 16 വയസ്സിനും ഡിഫ്തീരിയക്കും അതേപോലെ ടെറ്റനസിനും എതിരായിട്ടുള്ള വാക്സിൻ ആണ് കേട്ടോ. അടുത്ത ഏതാണ്? ഹെപ്പറ്റൈറ്റിസ് ബി. എന്താണ്? HepB. അത് ഏതിനാടാ? എടുക്കുന്നത് ജനന സമയത്താണ്. എടുക്കുന്നതാണ് ജനന സമയത്ത് എടുക്കുന്ന വാക്സിൻ ആണ്. ഏതാടാ? മഞ്ഞപ്പിത്തത്തിനുള്ളതാണ് കേട്ടോ. മഞ്ഞപ്പിത്തത്തിനെതിരെയുള്ള വാക്സിൻ ആണ് കേട്ടോ.
ഓക്കെ, നെക്സ്റ്റ് അടുത്ത് എന്താണ്? ഇവിടെ ഓരോ കാലഘട്ടത്തിലും എടുക്കേണ്ടത് 9 മാസത്തിൽ എടുക്കേണ്ട ഏതാണ്? MR1, PCB ബൂസ്റ്റർ, വിറ്റാമിൻ എ, FIPV3 എന്നിവ എത്രയിലും എടുക്കേണ്ടത്? 9 മാസം കേട്ടോ. 16 മാസം മുതൽ 24 മാസം വരെ ഏതൊക്കെയാണ്? MR2, OPV ബൂസ്റ്റർ, DPT ബൂസ്റ്റർ, വിറ്റാമിൻ A2 എന്ന് പറയുന്നതും എടുക്കണം കേട്ടോ. പിന്നെ അടുത്ത ഏതാണ്? 5 മുതൽ 6 വയസ്സ് വരെ DPT എടുക്കണം, ബൂസ്റ്റർ 2 എടുക്കണം. അടുത്ത ഏതാണ്? 10 വയസ്സ്. ഏതാണ്? TD1. നിങ്ങളുടെ സ്കൂളിലൊക്കെ വന്ന് 5ാം ക്ലാസ്സിൽ നിന്നും 10ാം ക്ലാസ്സിൽ നിന്നൊക്കെ എടുക്കുന്ന വാക്സിനേഷൻ ആണ് കേട്ടോ. TD2 സ്കൂളിൽ നിന്നൊക്കെ ഏതാണ് സാധാരണ എടുക്കല്. രോഗങ്ങൾ പകരുന്ന വിധവും പ്രതിരോധിക്കാനുള്ള മാർഗവും സംബന്ധിച്ച് ആളുകൾ ശരിയായ അറിവ് നൽകേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഏതൊക്കെയാടാ? നാടകം ചെയ്യാലോ, പാവനാടകം ചെയ്യാം, കാർട്ടൂൺസ് ചെയ്യാം, പോസ്റ്റർ ചെയ്യാം, നോട്ടീസ് ഇറക്കാം, ശരിയല്ലേ? പോസ്റ്റർ നോട്ടീസ് അടിച്ചിറക്കാം. പിന്നെന്താണ്? ആളുകളോട് പോയിട്ട് അഭിമുഖങ്ങൾ നടത്തി അല്ലെങ്കിൽ സംഭാഷണങ്ങൾ നടത്തി എന്താണ് ഇതിന്റെ പ്രാധാന്യം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തും എന്ത് ചെയ്യാം? വാക്സിനേഷൻ നമുക്ക് നടത്താം അല്ലെ. ശരിയായ അറിവും പ്രതിരോധ മാർഗങ്ങളും കൊണ്ട് രോഗങ്ങളെ അകറ്റി നിർത്താം. ആരോഗ്യമുള്ള ജനതയാണ് നാടിന്റെ സമ്പത്ത്. ആരോഗ്യമുള്ള ജനതയാണ് ആരുടെ സമ്പത്ത് എന്ന് പറയുന്നത്? നമ്മുടെ നാടിന്റെ സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ചാപ്റ്റർ എൻഡ് ചെയ്തു കേട്ടോ. അപ്പൊ ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഇടാം കേട്ടോ. ഓക്കെ, അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്